ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അവനി. വെൽക്കം ടു ഇടുക്കി കേക്ക് സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഈ റോസസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനാവശ്യമായ ടൂളും ഇതിൻ്റെ നോസിലും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. ഈ റോസസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ 3 ഐറ്റംസ് ആണ് വേണ്ടത്. ഇതുപോലെ ഒരു സ്റ്റാൻഡും വേണം. ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇതുപോലൊരു സിസറും വേണം. ഈ സിസറ് നമ്മൾ ഈ ഫ്ലവർ ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഉള്ളതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന നോസിൽ ഇതാണ്, സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതിന് പ്രത്യേകിച്ച് നമ്പറൊന്നുമില്ല, നമ്പറുള്ള ഒരുപാട് നോസിലുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഏറ്റവും ചെറിയൊരു നോസിലാണ്. ഇതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ളതൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. കുറച്ച് നോസിലിൻ്റെ ഫോട്ടോ ഞാൻ ടോപ്പിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കേക്കിൽ റോസസ് വരച്ചെടുക്കുന്നത്. ചെറിയ രീതിയിൽ 2 ബഡ്സ് താഴെയായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ പതിയെ ചെയ്തു പോവുക. അപ്പം കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേട്ട് മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രീം ഒത്തിരി ടൈറ്റായിട്ടിരിക്കാൻ പാടില്ല, എങ്കിൽ ഒരുപാട് ലൂസാകാനും പാടില്ല. നമ്മൾ നമ്മുടെ സ്പാച്ചുലയിൽ എടുത്തു കഴിയുമ്പം ക്രീം അതിൽ നിന്ന് താഴേക്ക് പോകാത്ത പരുവത്തിൽ വേണം നമ്മൾ ക്രീം ഈ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്ലവർ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈഫ് യൂസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്, സിസർ യൂസ് ചെയ്യുന്ന ഈ രീതിയിലാണ്. ഈ രീതിയിലെടുത്ത് നമുക്ക് ഫ്ലവർ നമ്മുടെ കേക്ക് ബോർഡിൽ വെക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നോർമലായിട്ടും ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഫ്ലവർ നമുക്കൊരു 6 എണ്ണം വരച്ചെടുക്കാം. അപ്പം കറക്റ്റായിട്ട് വീഡിയോ ശ്രദ്ധിക്കുക, ഏത് രീതിയിലാണ് നമ്മൾ ഫ്ലവർ വരച്ചെടുക്കുന്നത്, നോസിൽ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ക്രീം മിച്ചം വരും. ആ ക്രീമൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഞാനും ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് എനിക്കും ഇതുപോലെ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫ്ലവറും കൂടെ വരച്ചെടുക്കാം. ഞാനിവിടെ വീഡിയോയുടെ സ്പീഡ് കൂട്ടുന്നില്ല, കാരണം ഒരുപാട് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേക്ക് വരയ്ക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാവത്തില്ല. പിന്നെ ഫ്ലവർ നമ്മൾ എടുത്ത് മാറ്റുമ്പം സിസർ നല്ല രീതിയിൽ അകത്തി വെച്ചിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് അടുപ്പിക്കുക. അതിനുശേഷം അകത്തി തന്നെ കേക്ക് ബോർഡിലേക്ക് പ്ലേസ് ചെയ്യുക. ഇത് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഫ്ലവർ വരച്ചതിന് ശേഷം എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതും കൂടെ നോക്കാവേ.
അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലവർ എല്ലാം വരച്ച് തീരാറായിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാകാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതാണ് എപ്പോഴും പറയാനുള്ളത്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫ്ലവർ നമുക്ക് നല്ല രീതിയിൽ വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിത് കേക്കിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്ത് കേക്കിൽ വെച്ച് നല്ല രീതിയിൽ സെറ്റാക്കിയ കേക്കിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. ഫ്ലവറും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാൻ ഇതുപോലുള്ളൊരു പല്ലറ്റ് നൈഫ് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ സിസർ തന്നെ യൂസ് ചെയ്ത് വെക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നത് ഇതുപോലത്തെ പല്ലറ്റ് നൈഫ് വെച്ചാണ്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ കേക്കിലേക്ക് ഈ ഫ്ലവർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഗ്രീൻ കളറിലെ ബഡ്സ് കൂടി കൊടുത്തിട്ടാണ്. ബഡ്സ് കൊടുക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഫ്ലവർ എല്ലാം പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലവർ എല്ലാം പ്ലേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബഡ്സ് കൊടുക്കാം. ബഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോസിലൊന്നും യൂസ് ചെയ്യുന്നില്ല. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഇച്ചിരി വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു, അപ്പ് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, അപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെറിയ ചെറിയ ബഡ്സ് കിട്ടും. അപ്പോൾ ഈ കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ആ ബഡ്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബഡ്സൊക്കെ കൊടുത്ത് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ചെറുതായിട്ടുള്ള ഷുഗർ ബോൾസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഫ്ലവേഴ്സിൻ്റെ ടോപ്പിലായിട്ടും കേക്കിൻ്റെ വോളിലൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് വലുപ്പമുള്ള ഷുഗർ ബോൾസ് എടുത്ത് നമ്മൾ ഈ കേക്കിൻ്റെ ഫ്ലവറിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വയ്ക്കാം. നമ്മുടെ അടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലേസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ടോപ്പിലായിട്ട് ഫ്ലവേഴ്സിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മൾ ഈ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് നോർമലി അങ്ങനെ ബോൾസ് വെക്കാത്തതാണ് കുറച്ചുകൂടി ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുള്ളായി എന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലും ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.